പാലായിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായ ബിനു പുളിക്കക്കണ്ടവും കുടുംബവും നടത്തുന്ന ജനസഭ അല്പസമയത്തിനുള്ളിൽ തുടങ്ങും. ഏത് മുന്നണിക്കൊപ്പം നിൽക്കണം എന്നുള്ള കാര്യത്തിൽ വാർഡിലെ വോട്ടർമാരുടെ അഭിപ്രായം തേടാനാണ് ഈ ജനസഭ. ജനങ്ങളുടെ അഭിപ്രായം കൂടി തേടിയ ശേഷം ഏത് മുന്നണിക്കൊപ്പം നിൽക്കണമെന്ന് തീരുമാനിക്കാനാണ് ബിനു പുളിക്കക്കണ്ടം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അഖിൽ കെ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് ഈവനിങ് അഖിൽ കെ. 3 വാർഡുകളിലായി ഒരു കുടുംബത്തിലെ 3 പേർ വിജയിച്ചങ്ങനെ നിൽക്കുകയാണ്. ആ 3 വാർഡിലെയും വോട്ട് ചെയ്ത വോട്ടർമാരെല്ലാവരും എത്തിക്കഴിഞ്ഞോ ജനസഭയ്ക്ക്? ഒരു തീരുമാനത്തിലേക്ക് എങ്ങനെയായിരിക്കും എത്തുക? വോട്ടെടുപ്പാണോ? എന്താണ് പദ്ധതി? സുജയ, എല്ലാവരും എത്തിക്കഴിഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നമുക്കിവിടെ കാണാൻ സാധിക്കും വലിയൊരു തിരക്ക്, വോട്ടർമാരുടെ ഒക്കെ തന്നെ വലിയ തിരക്ക് നമുക്കിവിടെ ഉണ്ട്. ഒരു ഹാളാണ് ഇവരുടെ ഒരു ഹോമിന്റെ ചേർന്നിട്ടുള്ള ഒരു ഹാളാണ്. ഹാളിലാണ് ഇത്തരത്തിൽ ജനസഭ കൂടുന്നത്. ഈ ജനസഭ 2 വ്യത്യസ്തമായ രീതിയിലാണ്. അതായത് ഈ ചിലർക്ക്, അതായത് തുറന്നു പറയേണ്ടവർക്ക് മൈക്ക് നൽകിക്കൊണ്ട് അവരുടെ അഭിപ്രായം തുറന്നു പരസ്യമായി തന്നെ പറയാം. അല്ലാത്തവർക്ക് എഴുതി കൊടുത്തുകൊണ്ട്, അതായത് പേപ്പറും പേനയും നൽകും. അതിലൂടെ എഴുതി ഇവരുടെ അഭിപ്രായം എന്താണ് എന്ന് രേഖപ്പെടുത്തി ഏത് മുന്നണിക്കൊപ്പം പോകണമെന്ന കാര്യത്തിലൊക്കെ തന്നെ ഇവരുടെ അഭിപ്രായം തേടുക, അതായത് വോട്ടർമാരുടെ അഭിപ്രായം തേടുക എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ എന്തായാലും നമ്മളിപ്പം ബിനു പുളിക്കക്കണ്ടം തന്നെ ചേരുന്നുണ്ട്. ഇപ്പോൾ ജനസഭയിലെ ആളുകളൊക്കെ എത്തി തുടങ്ങി, നല്ല തിരക്കുണ്ട്. അതെ, ഞങ്ങൾ ഈ പാർട്ടിസിപ്പേഷൻ, ഈ ജനങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ ശക്തി. ഇവരെ മറന്ന് ഒരു തീരുമാനവും ഞങ്ങൾ എടുക്കത്തില്ല. അതാണ് ആദ്യമേ സൂചിപ്പിക്കാനുള്ളത്. ഇവരുടെ മനസ്സറിഞ്ഞ് ഞങ്ങൾ തീരുമാനമെടുക്കും. ഇവരുടെ ഒരു പൊതു അഭിപ്രായം ക്രോഡീകരിച്ചിട്ടാണോ നമ്മളെ ഏത് മുന്നണിക്കൊപ്പം എന്നുള്ള കാര്യത്തിലേക്ക് എത്തുന്നത്? ഏത് മുന്നണിക്കൊപ്പം എന്നതിലുപരിയായി ഇവരുടെ അഭിപ്രായം കേൾക്കണം ഞങ്ങൾക്ക്. അതായത് ഒരു മുന്നണികളും നാളിതുവരെ ഞങ്ങളൊരു ചർച്ചയിലേക്ക് കടന്നിട്ടില്ല. ചർച്ചയിലെ ഞങ്ങളുടെ അജണ്ട തീരുമാനിക്കുന്നത് പോലും ഇവരായിരിക്കും. അവർ എന്ത് ഓഫർ പറഞ്ഞാലും, ഞങ്ങൾ അങ്ങോട്ട് ഡിമാൻഡ് പറഞ്ഞാലും, എന്താണേലും ഈ ജനങ്ങളുടെ മനസ്സറിഞ്ഞൊരു തീരുമാനമേ ഞങ്ങൾ എടുക്കുകയുള്ളൂ. എന്താണ് ഇവർ പറയുന്നത് അടക്കം ഇവരോട് ചോദിച്ചിട്ടായിരിക്കുമല്ലേ തീരുമാനിക്കാം? 100%. ഞങ്ങളിപ്പോൾ ഇവരോട് 3-4 ക്വസ്റ്റനെയർ തയ്യാറാക്കിയിട്ടുണ്ട്. ഓപ്പണായിട്ട് മൈക്കിൽ കൂടെ അത് ഷെയർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അല്ലാത്തവർക്ക് ഞങ്ങൾ പേപ്പർ എല്ലാവരുടെയും കൊടുക്കുന്നുണ്ട്. അതിൽ എഴുതി അവരുടെ അഭിപ്രായം ചോദിക്കുന്നുണ്ട്. പ്രധാനമായിട്ടുള്ള ചോദ്യങ്ങൾ വരുന്ന ഒന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ, അവരുടെ സെൽഫ് ഇൻട്രൊഡ്യൂസ് കഴിഞ്ഞ് ചോദ്യം എന്ന് പറഞ്ഞാൽ LD4 UD4. അത് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞ പോലെ വിഭിന്നമായി ജനങ്ങൾ തന്നെ ചൂണ്ടിക്കാണിച്ച ഒരു വസ്തുതയുണ്ട്. ഞങ്ങൾ LDFനെ UDFനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ അവർ ഞങ്ങളെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. അതാണല്ലോ ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു രാഷ്ട്രീയത്തിൽ സ്ഥിരമായി ശത്രുക്കളും മിത്രങ്ങളും ഇല്ല എന്ന ആ ഒരു വ്യവസ്ഥയിൽ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയായിരിക്കും ഞങ്ങൾ തീരുമാനമെടുക്കുന്നത്. പിന്നെ ഞങ്ങളുടെ സ്ഥാനമാനങ്ങൾ ഒന്നുമായിരിക്കില്ല ഒരു തീരുമാനമെടുക്കുന്നതിൽ ഞങ്ങളുടെ മാനദണ്ഡം. ഞങ്ങൾ മാനദണ്ഡമാക്കുന്നത് ഞങ്ങൾ മുന്നോട്ട് വെച്ച ആശയം, സ്വതന്ത്ര കൂട്ടായ്മയിൽ ജനങ്ങൾ അംഗീകരിച്ച് ജനങ്ങൾ മുമ്പോട്ട് വെച്ച ആശയം പ്രാവർത്തികമാക്കാൻ ഏത് മുന്നണിയാണോ ഞങ്ങളെ സഹായിക്കുന്നത് അത് ഞങ്ങൾക്കൊരു വലിയ. ഒറ്റ കാര്യം നേരിട്ടൊന്ന് ചോദിക്കൂ, ഏത് മുന്നണിയെ പിന്തുണച്ചാലും പുളിക്കക്കണ്ടം കുടുംബത്തിന് ആയിരിക്കുമല്ലോ ചെയർപേഴ്സൺ സ്ഥാനം. അതിൽ കുറഞ്ഞൊരു വിട്ടുവീഴ്ചയില്ലല്ലോ. തീരുമാനമനുസരിച്ചായിരിക്കും. സുജയ ഇവിടുന്ന് ചോദിക്കുന്നുണ്ട്, അതായത് ഏത് മുന്നണിക്കൊപ്പം പോയാലും പുളിക്കക്കണ്ടം കുടുംബത്തിലെ ആ 21 വയസ്സുകാർ തന്നെയായിരിക്കില്ലേ ചെയർപേഴ്സൺ സ്ഥാനം? അതിലൊരു വിട്ടുവീഴ്ചയില്ലല്ലോ എന്ന് ചോദിക്കുന്നു. അല്ല, വിട്ടുവീഴ്ച എന്ന് പറയാൻ ഞങ്ങളൊരു ഡിമാൻഡ് ചെയ്തിട്ടില്ലല്ലോ. ഞങ്ങൾക്ക് അവർ ഓഫറും തന്നിട്ടില്ല. അത് ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ അകത്ത് സ്വാഭാവികമായി രാഷ്ട്രീയത്തിൽ ഒന്നും പ്രവചിക്കാൻ പറ്റത്തില്ല. പക്ഷേ അധികാരം എന്ന് പറയുന്ന ഒരു വസ്തുതയാണ്, ഒരു യാഥാർത്ഥ്യമാണ്. ഞങ്ങളെ ജയിപ്പിച്ചു വിട്ട ഈ 3 വാർഡിലെ ജനങ്ങൾ വലിയ പ്രതീക്ഷയോടെയാണ് ഞങ്ങളെ മുമ്പോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് അവരുടെ ഹിതമനുസരിച്ച് ഒരു തീരുമാനമായിരിക്കും ഞങ്ങൾ എടുക്കുന്നത്. അപ്പോൾ അതിനൊരു പക്ഷേ അധികാരം വേണം, അത് രാഷ്ട്രീയത്തിൽ വേണ്ട ഒരു കാര്യമാണല്ലോ. പക്ഷേ ആരുടെ മുമ്പിലും അതിനുവേണ്ടി യാചിക്കാനോ അല്ലെങ്കിൽ ഒരു വിലപേശൽ നടത്തുന്നതിനോ ഞങ്ങൾ തയ്യാറല്ല. ജനങ്ങളുടെ അഭിപ്രായം കേൾക്കട്ടെ. അത് തന്നെയാണ് സുജി, അതായത് കൃത്യമായി പറയുന്നുണ്ട്. അതായത് ഒരു വിട്ട് പറയുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ചെയർപേഴ്സൺ സ്ഥാനം ചോദിക്കൂ എന്ന കാര്യത്തിൽ ഒരു വിട്ട് പറയുന്നില്ല എന്നുള്ളൂ. പക്ഷേ ഏറെക്കുറെ നമുക്ക് ഉറപ്പാണ് ആ 21 വയസ്സുകാരെ ദിയ തന്നെയായിരിക്കും. അപ്പോൾ 13, 14, 15 3 വാർഡുകളിലെ വോട്ടർമാർ അവർ എടുത്ത തീരുമാനം സ്വതന്ത്രരായി മത്സരിച്ച ഒരു കുടുംബത്തിലെ 3 പേരെ പിന്തുണയ്ക്കാനാണ്. ആ പ്രദേശത്ത് വളരെ അധികം സ്വാധീനമുള്ള ഒരു കുടുംബം തന്നെയാണ് പുളിക്കക്കണ്ടം ഫാമിലി. അപ്പോൾ അവരുടെ ഒരു തീരുമാനം, ആ കുടുംബത്തിൽ നിന്ന് 21-കാരി അവളുടെ ആദ്യ ഊഴമാണ്. അവൾ വന്ന് ചെയർപേഴ്സണൊക്കെ ആവട്ടെന്നേ, അതല്ലേ അതിന്റെ ഒരു നീതി എന്ന് പറയുന്നത്. ഒരു കാലത്തിന്റെ കാവ്യനീതി പോലെയാണ് സംഭവിക്കാൻ പോകുന്നത്. അവരെന്തുകൊണ്ട് പിണങ്ങി മാറി നിന്നു എന്നുള്ളത് നാട്ടുകാർക്കറിയാം. അതുകൊണ്ട് നാട്ടുകാർ അതനുസരിച്ചുകൊണ്ടുള്ള ഒരു അഭിപ്രായമായിരിക്കും ഇന്നത്തെ ജനസഭയിൽ വെക്കാൻ പോവുക. അപ്പോൾ ആ തീരുമാനം എന്താണെന്ന് അറിയാൻ അഖിൽ അവിടെ കാത്തു നിൽക്കൂ. ആ തീരുമാനം നമുക്കും ഒന്ന് അറിയണം. നമുക്കും ഒരു ആകാംക്ഷയുണ്ട്, ആർക്കൊപ്പം ആയിരിക്കും? LDF ആയിരിക്കുമോ UDF ആയിരിക്കുമോ? ജോസ് കെ മാണിക്കൊക്കെ ചങ്കെടുപ്പ് കൂടിയിട്ടുണ്ടാവും.